ക്യാരി. അപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ വീഡിയോസൊന്നും ഇട്ടില്ല. കുറച്ച് തിരക്കും പിന്നെ കുട്ടികളുടെ സ്കൂളും ഇതൊക്കെ ആയിട്ട് തിരക്കായിരുന്നു. അപ്പോൾ ഇന്ന് ഞാനൊരു അടിപൊളി ഒരു മൂവി കണ്ടു. അപ്പം എന്തായാലും അതിൻ്റെ റിവ്യൂ ഇടണം എന്ന് ഞാൻ വിചാരിച്ചു. സൂക്ഷ്മദർശിനി, നമ്മുടെ ബേസിലും അതുപോലെ തന്നെ നസ്രിയയും ഒക്കെ തകർത്ത് അഭിനയിച്ചിരിക്കുന്ന ഒരു മൂവിയാണ് കേട്ടോ. ഫാമിലി ത്രില്ലർ എന്നുള്ളൊരു ജോണറിൽ വന്നിരിക്കുന്ന മൂവിയാണ്. അപ്പോൾ ഇതിൽ എന്താ പറയുക, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത കുറേ ട്വിസ്റ്റും ടേൺസും ഒക്കെ ഉള്ളൊരു വളരെ നല്ലൊരു മൂവി. അടുത്ത കാലത്ത് കണ്ടതിൽ വെച്ച് വൺ ഓഫ് ദി ബെസ്റ്റ് മൂവീസ്. ഐ നോ മലയാളം മൂവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഇൻ്റലിജൻസ് സിനിമ എന്ന് പറഞ്ഞൊരു കാറ്റഗറിയിൽ ഇങ്ങനെ എന്താ ഒരു ഭയങ്കര ഒരു ഹൈയിൽ നിൽക്കുന്ന ഒരു ടൈമാണ്. അപ്പോൾ എന്താ പറയുക, ഐ എം ഷുവർ ലൈക്ക് യു നോ ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഐ ഹാവ് എ ലോട്ട് ഓഫ് ഫ്രണ്ട്സ് ഔട്ട്സൈഡ് ഓഫ് കേരള. എല്ലാവരും പറയുന്നത് പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ OTT കാര്യങ്ങളൊന്നും ഇല്ലാതിരുന്നതുകൊണ്ട് പലരും അങ്ങനെ മലയാളം മൂവീസ് അധികം, പണ്ടും നല്ല മലയാളം മൂവീസ് ഉണ്ടായിട്ടുണ്ട്, പക്ഷെ എന്നാൽ കൂടി അധികം അങ്ങനെ മലയാളം മൂവീസ് ശ്രദ്ധിക്കാറില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ മലയാളികളല്ലാത്ത എൻ്റെ ഒത്തിരി ഫ്രണ്ട്സ് മലയാളം മൂവീസ് ഫോളോ ചെയ്യുന്നുണ്ട്, മലയാളം ആക്ടേഴ്സിനെ ഒത്തിരി അഡ്മയർ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഡയറക്ടേഴ്സിനെയൊക്കെ അഡ്മയർ ചെയ്യുന്നുണ്ട്. ഭയങ്കര അതിശയിപ്പിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഐ എം ഷുവർ ഇറ്റ്സ് പ്യുവർ ഹാർഡ് വർക്ക് ആൻഡ് യുനോ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ഹാർഡ് വർക്കും ടീം എഫേർട്ടും ഒക്കെ ഇതിൻ്റെ പിന്നിലുണ്ടായിരിക്കും. സോ ടോക്കിംഗ് അബൌട്ട് ദിസ് പെർട്ടിക്കുലർ മൂവി, ഇറ്റ്സ് ഗ്രിപ്പിംഗ്, എക്സ്ട്രീംലി ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള ഡീറ്റെയിലിങ്ങും കാര്യങ്ങളും ഒക്കെ ഈ ഒരു മൂവിയുടെ ആ ഒരു ഡയറക്ഷനിൽ തന്നെയുണ്ട്. ഡയറക്ടർ MC ജിതിൻ്റെ ഒരു ബ്രില്യൻ്റ് ഒരു ക്രിയേഷനാണ് ഈ മൂവി. മസ്റ്റ് വാച്ച് മലയാളം മൂവി. അപ്പോൾ ഇതിനകത്ത് ദ സ്റ്റോറി ലൈൻ ആക്ച്വലി കീപ്സ് യു ഗെസ്സിങ് ത്രൂ ഔട്ട് ദ മൂവി. ലൈക്ക് നമുക്ക് ഒരു പോയിന്റിൽ പോലും ഒരു ബോർഡം അല്ലെങ്കിൽ ലൈക്ക് യുനോ ഒരു ആ മൂവിയിൽ നിന്ന് നമ്മൾ മാറി ഒന്ന് ചിന്തിക്കുക പോലുമില്ല. സോ അത്രയും ഗ്രിപ്പിംഗ് ആയിട്ടുള്ളൊരു മൂവിയാണ്. ഇപ്പോഴത്തെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പെർസിസ്റ്റൻ്റ് ആയിട്ടുള്ള കുറേ സോഷ്യൽ ഇഷ്യൂസ്, സോഷ്യൽ സ്റ്റിഗ്മ, ഞാൻ അതിൽ കൂടുതലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം ഒരു സ്പോയിലറായിപ്പോവും. എന്താ പറയുക, ഇപ്പോൾ കുറേ നമ്മുടെ സൊസൈറ്റിയിലുള്ള കുറേ സോഷ്യൽ സ്റ്റിഗ്മ കാരണം ഉണ്ടാവുന്ന ഒരു ക്രൈം, അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. അപ്പോൾ ഇതിൽ നസ്രിയയുടെയൊക്കെ എനിക്ക് തോന്നുന്നു വൺ ഓഫ് ദി ബെസ്റ്റ് പെർഫോമൻസസ്. എനിക്ക് നസ്രിയ പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ളൊരു ആക്ട്രസ്സാണ്. പക്ഷേ ഇത് നസ്രിയ ഇത്രയും നാളും ചെയ്തേക്കുന്ന മൂവീസിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു മൂവിയാണ്. ആൻഡ് ഷീ ഈസ് ഡൺ ഇറ്റ് റിയലി വെൽ. ബേസിൽ നമ്മൾക്ക് ആസ് എക്സ്പെക്റ്റഡ് ഈസ് ഓൾവേസ് എ ഗുഡ് ആക്ടർ. ബേസിൽ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഉള്ളൊരു ക്യാരക്ടറാണ്. പക്ഷേ എന്നാലും ഹി ഈസ് ഡൺ എ ബ്രില്യൻറ്റ് ജോബ്. അതുപോലെ ഓരോ ആക്ടറും, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, ഓരോ ആക്ടറും വളരെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ആൻഡ് ദ സ്ക്രിപ്റ്റ്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ, പിന്നെ ഒരു എലമെൻറ്റ് ഓഫ് സസ്പെൻസ്, ഐ തിങ്ക് സിനിമാറ്റോഗ്രാഫി എല്ലാം ഔട്ട് ഓഫ് ദ വേൾഡ്. സോ ഇത്രയും ഒരു എന്താ പറയുക, ഒരു നന്നായിട്ട് എടുത്തേക്കുന്ന ഒരു മൂവി എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി വാച്ച് ചെയ്യണം. ഞാനങ്ങനെ മൂവി റിവ്യൂസ് എന്ന് പറഞ്ഞ് ഞാനങ്ങനെ ചെയ്യാറില്ല, പക്ഷേ ഇതെന്തുകൊണ്ടോ എനിക്ക് ചെയ്യണം, പറയണം, ലൈക്കണം. അത്രയും നല്ലൊരു മൂവിയാണ്. എനിക്ക് തോന്നുന്നു ഇന്നായിരുന്നു തോന്നുന്നു റിലീസ്, എന്ന് തന്നെ വന്ന് കണ്ടു. സോ ബേസിൽ നസ്രിയ എന്നൊക്കെ പറയുന്ന ഒരു കോമ്പിനേഷൻ നമുക്കിപ്പം എന്താ പറയുക, അത് മിസ്സാക്കാൻ പറ്റില്ലല്ലോ. അത് എന്ത് മൂവിയാണെങ്കിലും നമ്മൾ പോയി കാണും. പക്ഷെ എന്നാലും ഇത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. ഒരു നല്ല മൂവി കണ്ടു കഴിയുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ പീക്കിലാണ്. സോ ഒരു 9/10 റേറ്റിംഗ്. I really love the movie. Okay, so thank you for watching. Take care. Love you all. Bye.